നമസ്കാരം. തേർഡ് ഡിവിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. വിദ്യാഭ്യാസ പദ്ധതി ഉദ്ഘാടനം ചെയ്ത് മന്ത്രി വി ശിവൻകുട്ടി. അധ്യാപകർ 1 മുതൽ 9 വരെയുള്ള ക്ലാസുകളിലെ ഉത്തരക്കടലാസുകൾ വിലയിരുത്തി വീട്ടിലേക്ക് കൊടുത്തുവിടണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതി ഉദ്ഘാടന വേദിയിലാണ് മന്ത്രിയുടെ ഈ പരാമർശം. ഉത്തരക്കടലാസുകൾ മറിച്ചു നോക്കാത്ത അധ്യാപകർ ഉണ്ട്. 8ാം ക്ലാസുകളിൽ ആരെയും എരിച്ചുപെറുക്കി തോൽപ്പിക്കില്ലെന്നും മിനിമം മാർക്ക് ഏർപ്പെടുത്തുന്നത് വിദ്യാർത്ഥികളെ തോൽപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ളതല്ല, മാർക്ക് കുറവുള്ള വിദ്യാർത്ഥികൾക്ക് പഠന പിന്തുണ നൽകുമെന്നും 1ാം ക്ലാസുകളിൽ പരീക്ഷ നടത്തിയുള്ള പ്രവേശനം അനുവദിക്കില്ലെന്നും മന്ത്രി നേരത്തെ തന്നെ കാര്യം വ്യക്തമാക്കിയിരുന്നു. ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കാനുള്ള ചട്ട ഭേദഗതികൾ അതിവേഗം നടപ്പാക്കാൻ ശ്രമിക്കുമെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. മദ്യലഹരിയിൽ ബസ്സിനുള്ളിൽ യുവതിയുടെ അഴിഞ്ഞാട്ടം. മദ്യപിച്ച് ബസ്സിൽ യാത്ര ചെയ്ത യുവതി യാത്രക്കാരെ ആക്രമിച്ചതായി പരാതി. കഴിഞ്ഞ ദിവസം വൈകുന്നേരം വാഴൂർ 14ാം മൈലിൽ നടന്ന സംഭവത്തിൽ പാലാ സ്വദേശിനി ബിന്ദു വേലുവിനെ പള്ളിക്കത്തോട് പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ചങ്ങനാശ്ശേരിയിൽ നിന്നും പുഞ്ചവയലിലേക്ക് പോയ സ്വകാര്യ ബസ്സിനുള്ളിലാണ് മദ്യപിച്ച് ലക്കുകെട്ട ബിന്ദു അക്രമം അഴിച്ചുവിട്ടത്. ബസ്സിനുള്ളിൽ വെച്ച് സ്ത്രീകളെ അസഭ്യം പറഞ്ഞ ബിന്ദു പിന്നീട് ആക്രമണം നടത്തുകയായിരുന്നു. ബസ് 14ാം മൈൽ എത്തിയപ്പോഴേക്കും ബിന്ദുവിനെ ബലമായി ഇറക്കിവിട്ടു. ഇതിനിടയിൽ ഒരു യാത്രക്കാരിയെ മുടിയിൽ ചുറ്റിപ്പിടിച്ച് കറക്കി താഴെയിട്ടു. ഇതോടെ നാട്ടുകാർ ഇടപെട്ടു. ഏറെ പണിപ്പെട്ടാണ് യാത്രക്കാരിയെ നാട്ടുകാർ രക്ഷിച്ച് ബസ്സിലേക്ക് കയറ്റിവിട്ടത്. മർദ്ദനമേറ്റവർ പരാതിയുമായി വന്നാൽ ബിന്ദുവിനെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തുമെന്ന് പള്ളിക്കത്തോട് പോലീസ് അറിയിച്ചു. ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ആശയം വിജയത്തിലേക്ക്. 10 ദിവസം കൊണ്ട് വരുമാനം ലക്ഷങ്ങൾ. വിനോദസഞ്ചാരികളുടെ പറുദീസയായ മൂന്നാറിൽ KSRTC ആരംഭിച്ച റോയൽ വ്യൂ ഡബിൾ ഡെക്കർ ബസ് സർവീസ് ഏറെ പ്രിയങ്കരമാകുന്നു. സർവീസ് ആരംഭിച്ച് വെറും 10 ദിവസത്തിനുള്ളിൽ 869 പേരാണ് ബസ്സിൽ യാത്ര ചെയ്തത്. 2,99,200 രൂപയാണ് ഇതുവരെയുള്ള വരുമാനം. എല്ലാ ദിവസവും 3 ട്രിപ്പുകളാണുള്ളത്. രാവിലെ 9-ന് മൂന്നാർ KSRTC ഡിപ്പോയിൽ നിന്ന് ആരംഭിച്ച് വിവിധ വ്യൂ പോയിന്റുകളിൽ സന്ദർശിച്ച് ഗ്യാപ് റോഡിലൂടെ ആനയിറങ്കൽ വഴി ഉച്ചയ്ക്ക് 12-ന് തിരിച്ചെത്തുന്നതാണ് ആദ്യ ട്രിപ്പ്. തുടർന്ന് 12:30-ന് പുറപ്പെട്ട് 3:30-ന് തിരിച്ചെത്തും. അവസാനത്തെ ട്രിപ്പ് വൈകിട്ട് 4-ന് ആരംഭിച്ച് രാത്രി 7-ന് തിരികെ എത്തും. 3 മണിക്കൂറാണ് ഓരോ ട്രിപ്പിന്റെയും സമയദൈർഘ്യം. രാജ്യത്ത് ആദ്യമായി 900 രൂപയുടെ നാണയം. ആദ്യമായി 900 രൂപയുടെ നാണയം പുറത്തിറക്കി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ജൈനമത വിഭാഗക്കാരുടെ 22ാമത് നേതാവായ ഭഗവാൻ പാർശ്വനാഥിന്റെ സ്മരണയ്ക്കായുള്ള പുതിയ നാണയം കഴിഞ്ഞ ആഴ്ചയാണ് കേന്ദ്ര ധനമന്ത്രി പുറത്തിറക്കിയത്. മുംബൈ നാണയ നിർമ്മാണശാലയിൽ നിന്ന് പുറത്തിറക്കിയ 900 രൂപയുടെ നാണയം പൂർണ്ണമായും വെള്ളിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. 44 മില്ലിമീറ്റർ വ്യാസവും 40 ഗ്രാം തൂക്കവുമുണ്ട്. കോ മെമ്മോറിയൽ വിഭാഗത്തിൽ പുറത്തിറക്കിയിട്ടുള്ള നാണയം പൊതുവിപണിയിലേക്ക് ഇറക്കിയിട്ടില്ല. നേരത്തെ ഓൺലൈനായി ബുക്ക് ചെയ്തവർക്ക് മാത്രമേ നാണയം ലഭിക്കുകയുള്ളൂ. നാണയപ്രേമികൾക്ക് തങ്ങളുടെ ശേഖരത്തിലേക്ക് മുതൽക്കൂട്ടാനുള്ള ഈ സ്മരണിക നാണയത്തിന്റെ വില 7000 രൂപയാണ്. പൂർണ്ണമായും വെള്ളിയിൽ തീർത്ത നാണയം മുൻപും റിസർവ് ബാങ്ക് പുറത്തിറക്കിയിട്ടുണ്ട്. രാജ്യസഭയുടെ 250ാം സെഷന്റെ ഓർമ്മയ്ക്കായി 2019-ൽ 250 രൂപയുടെ നാണയമാണ് വെള്ളിയിൽ മുംബൈ നാണയ നിർമ്മാണശാലയിൽ നിന്ന് പുറത്തിറക്കിയത്. ശക്തമായ സമരത്തിനൊടുവിൽ ആശാവർക്കർമാർക്ക് ആശ്വാസം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാരുടെ സമരം ശക്തമാകുന്നതിനിടെ ഓണറേറിയത്തിലെ കുടിശ്ശിക അനുവദിച്ച് സർക്കാർ. 3 മാസത്തെ ഓണറേറിയമാണ് കുടിശ്ശികയുള്ളത്. ഇതിൽ 2 മാസത്തേക്കുള്ള തുകയായ 52.85 കോടി രൂപയാണ് ധനവകുപ്പ് അനുവദിച്ചത്. സംസ്ഥാനത്താകെ 27,000 ആശാവർക്കർമാരാണുള്ളത്. 7,000 രൂപയാണ് ഇവർക്കുള്ള ഓണറേറിയം. ഇത് 21,000 രൂപയെങ്കിലും ആക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സെക്രട്ടേറിയറ്റിന് മുൻപിലെ രാപ്പകൽ സമരം. 20-ന് എല്ലാ ജില്ലകളിലും ആശാ സംഗമം എന്ന പേരിൽ സമരം വ്യാപിപ്പിക്കാനാണ് തീരുമാനം. ഈ ഘട്ടത്തിലാണ് കുടിശ്ശികയായ ഓണറേറിയം അനുവദിച്ചത്. കൂടുതൽ ആശാപ്രവർത്തകർ സമരത്തിലേക്ക് ഇറങ്ങുന്നത് തടയാൻ ഉദ്ദേശിച്ചു കൂടിയാണിത്. സംസ്ഥാന ആരോഗ്യരംഗത്തെ കാലാൾപ്പടയായ ആശാവർക്കർമാരുടെ ന്യായമായ അവകാശം സംരക്ഷിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് ഗീവർഗീസ് മാർ കൂറിലോസ് പറഞ്ഞു. 9 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാർ നടത്തുന്ന രാപ്പകൽ സമരത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 6 മാസമായി പൂട്ടിക്കിടക്കുന്ന വീടിന് ലഭിച്ച വാട്ടർ ബിൽ ഞെട്ടിക്കുന്നത്. 6 മാസമായി പൂട്ടിക്കിടക്കുന്ന വീടിന് ലഭിച്ചത് 58,986 രൂപയുടെ വാട്ടർ ബിൽ. 82 വയസ്സുള്ള ഓമന കെ രാജനാണ്
ഡിസംബറിൽ ലഭിച്ച ബില്ലുമായി ബുദ്ധിമുട്ടുന്നത്. 2024 ഒക്ടോബർ 30 ലഭിച്ച 275 രൂപയുടെ ബിൽ നവംബർ 14 അടച്ചിരുന്നു. ഇതിനുശേഷം 2024 ഡിസംബർ 26 നൽകിയ ബില്ലാണ് പൊല്ലാപ്പിലാക്കിയിരിക്കുന്നത്. മുൻപിലെ അഡ്ജസ്റ്റ്മെന്റ് വിഭാഗത്തിൽ 44,052 രൂപയും വാട്ടർ ചാർജിൽ 14,933 രൂപയും ഉൾപ്പെടെ ആകെ 58,986 രൂപയുടെ ബില്ലാണ് നൽകിയിട്ടുള്ളത്. മീറ്ററിൽ ഒക്ടോബർ 30 രേഖപ്പെടുത്തിയ അതേ റീഡിംഗ് തന്നെയാണ് ഡിസംബർ 26 രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒറ്റയ്ക്കാണ് ഇവരുടെ താമസം. ഒട്ടേറെ ആരോഗ്യ പ്രശ്നങ്ങളുമുണ്ട്. വീൽ ചെയറിൽ ജീവിതം മുന്നോട്ടു പോകുന്ന ഇവർക്കാണ് ഈ ദുരവസ്ഥയുണ്ടായിരിക്കുന്നത്. എത്രയും വേഗം ഇതിനൊരു പരിഹാരമുണ്ടാകട്ടെ. പ്രേം നസീർ പുരസ്കാരം നടി ഷീല ഏറ്റുവാങ്ങി. ചിറയൻകീഴ് പൗരാവലി സംഘടിപ്പിച്ച പ്രേം നസീർ സ്മൃതി സായാഹ്നത്തിൽ പ്രേം നസീർ പുരസ്കാരം മന്ത്രി KN ബാലഗോപാലിൽ നിന്നും സ്വീകരിച്ച് നടി ഷീല. ഇതുവരെയുള്ളതിൽ എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം എന്റെ മകനായിരുന്നു. ചിറയൻകീഴിലെ ജനത നസീർ സാറിന്റെ പേരിൽ നൽകിയ ഈ പുരസ്കാരം ഇപ്പോൾ എല്ലാത്തിനും മുകളിലാണ്. അഭിനയ സാഗരമായിരുന്ന പ്രേം നസീറുമൊത്ത് അഭിനയിച്ച കാലത്തിന്റെ ഓർമ്മ തിരകളിലായിരുന്നു ഷീല പറഞ്ഞു. കൂടാതെ ചെറുപ്പം മുതൽ ആരാധനയോടെ കണ്ട ഷീലയ്ക്കും പ്രേം നസീറിന്റെ പേരിലുള്ള പുരസ്കാരം അദ്ദേഹത്തിന്റെ ജന്മനാട്ടിൽ വെച്ച് നൽകാൻ കഴിഞ്ഞത് അഭിമാനമായി കാണുന്നുവെന്ന് മന്ത്രിയും പറഞ്ഞു. 4 വകുപ്പുകളിലെ സേവനം കൂടി ഓൺലൈൻ ആകുന്നു. സംസ്ഥാനത്ത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ ഭാഗമായി 4 വകുപ്പിലെ ഏതാനും സേവനങ്ങൾ കൂടി ഓൺലൈൻ ആകുന്നു. സർക്കാരിന്റെ 900-ലധികം ഓൺലൈൻ സേവനങ്ങൾക്ക് പുറമെയാണിത്. ജലവിഭാഗ വകുപ്പ്, വാനം വന്യജീവി വകുപ്പ്, വിവര സാങ്കേതിക വകുപ്പ്, ഊർജ വകുപ്പ് എന്നിവയിലെ ചില സേവനങ്ങളാണ് ഓൺലൈനാക്കുന്നത്. വ്യവസായ വാണിജ്യ പ്രോത്സാഹനത്തിനായി സ്വീകരിക്കേണ്ട മാർഗങ്ങൾ സംബന്ധിച്ച് കഴിഞ്ഞ വർഷം കേന്ദ്ര പ്രവർത്തന രേഖ പ്രഖ്യാപിച്ചിരുന്നു. ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്ക് നിശ്ചയിച്ചിരിക്കുന്നത്. ഡോക്ടർ ദമ്പതികളിൽ നിന്നും കോടികൾ തട്ടിയ തായ്വാൻ സ്വദേശികൾ അറസ്റ്റിൽ. ചേർത്തല സ്വദേശികളായ ഡോക്ടർ ദമ്പതിമാരിൽ നിന്ന് ഓൺലൈൻ ഷെയർ ട്രേഡിംഗിലൂടെ 7.65 കോടി രൂപ തട്ടിയ കേസിൽ തായ്വാൻകാരായ മുഖ്യപ്രതികൾ അറസ്റ്റിൽ. അന്താരാഷ്ട്ര തലത്തിൽ സൈബർ ക്രൈം കുറ്റകൃത്യങ്ങൾ നടത്തുന്ന തായ്വാനിലെ പിങ്ചൻ സ്വദേശികളായ വാങ് ചുൻ വെയ്, ഷെൻ വെയ് ഹോ എന്നിവരെയാണ് പിടിച്ചത്. ആദ്യം അറസ്റ്റിലായ പ്രതികളിലൂടെയാണ് ആലപ്പുഴ സൈബർ പോലീസ് ഇവരിലേക്ക് എത്തിയത്. പ്രതികളെ തിരിച്ചറിഞ്ഞ് അന്വേഷണം നടത്തുന്നതിനിടെയാണ് വിദേശീയരായ ചില പ്രതികൾ സാബർമതി സെൻട്രൽ ജയിലിലുണ്ടെന്ന വിവരം കിട്ടിയത്. അഹമ്മദാബാദ് പോലീസ് മറ്റൊരു കേസിൽ അറസ്റ്റ് ചെയ്തവരായിരുന്നു ഇവർ. ഇക്കൂട്ടത്തിൽ ചേർത്തലയിലെ കേസിൽ ഉൾപ്പെട്ടവരും ഉണ്ടായിരുന്നു. തുടർന്നാണ് ഇവരെ കേരള പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇൻസ്റ്റാഗ്രാം ജോത്സ്യൻ യുവതിയിൽ നിന്ന് തട്ടിയെടുത്തത് ലക്ഷങ്ങൾ. പ്രണയവിവാഹമാണ്, ഭാവിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട വ്യാജ ജോത്സ്യൻ യുവതിയെ വിശ്വസിപ്പിച്ച് തട്ടിയെടുത്തത് 6 ലക്ഷം രൂപ. ബംഗളൂരുവിലെ വിനയ് കുമാർ എന്ന ആളാണ് തട്ടിപ്പിന് പിന്നിൽ. ഇൻസ്റ്റാഗ്രാമിൽ ജ്യോതിഷ വിദഗ്ധനെന്ന് പരിചയപ്പെടുത്തിയാണ് ഇയാൾ യുവതിയെ വലയിൽ വീഴ്ത്തിയത്. യുവതിയുടെ ജന്മനക്ഷത്രവും നാളും ചോദിച്ച് ചില ദോഷങ്ങളുണ്ടെന്ന് വിശ്വസിപ്പിച്ചു. തുടർന്ന് പരിഹാര പൂജകൾക്കായി പണം ആവശ്യപ്പെട്ടു. ആദ്യം 1820 രൂപയാണ് ആവശ്യപ്പെട്ടത്. പിന്നീട് പല തവണയായി 6 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തു. തട്ടിപ്പാണെന്ന് മനസ്സിലായപ്പോൾ പണം തിരികെ ചോദിച്ചു. 13,000 രൂപ തിരികെ നൽകിയ ശേഷം ബാക്കി തുക നൽകാനാകില്ലെന്നും ആത്മഹത്യ ചെയ്യുമെന്നും ഭീഷണിപ്പെടുത്തി. ഇതുമായി ബന്ധപ്പെട്ട് സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയായ യുവതിയുടെ പരാതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. നടു റോഡിൽ വിദ്യാർത്ഥികളുടെ അഭ്യാസ പ്രകടനം, വീഡിയോ വൈറൽ. ഹൈദരാബാദ് രാജീവ് ഗാന്ധി വിമാനത്താവളത്തിന് സമീപത്തെ ഔട്ടർ റിംഗ് റോഡിൽ 2 വിദ്യാർത്ഥികൾ ലക്ഷറി കാറുമായി സ്റ്റണ്ട് നടത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പ്രചരിച്ചതിന് പിന്നാലെ വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്ത് കാറുകൾ പിടിച്ചെടുത്തതായിട്ടാണ് റിപ്പോർട്ട്. വീഡിയോയിൽ 6 വരി പാതയുടെ ഒത്ത നടുക്ക് 2 ലക്ഷറി കാറുകൾ വട്ടം തിരിയുന്നത് കാണാം. രാത്രിയിലായതിനാൽ റോഡിൽ മറ്റു വാഹനങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതേസമയം തൊട്ടു ചേർന്നുള്ള റോഡിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നതും കാണാം. വളരെ പെട്ടെന്ന് തന്നെ വീഡിയോ സമൂഹ മാധ്യമ ഉപഭോക്താക്കളുടെ ശ്രദ്ധ നേടി. പിന്നാലെ പോലീസിനെ ടാഗ് ചെയ്തുകൊണ്ട് നിരവധി പേർ വീഡിയോ റീഷെയർ ചെയ്തു. ഇതോടെ നടപടിയുമായി പോലീസും രംഗത്തെത്തി. നമ്മുടെ ആരോഗ്യം നമ്മളിലൂടെ. സ്ട്രോബെറി കഴിച്ചാലുള്ള ഗുണങ്ങൾ. മുതിർന്നവരും കുട്ടികളും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന പഴമാണ് സ്ട്രോബെറി. ആന്റി ഓക്സിഡന്റിനാൽ സമ്പന്നമാണ് സ്ട്രോബെറി. സ്ട്രോബെറിയിൽ വിറ്റാമിൻ സി ധാരാളമായി അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രതിരോധ ശേഷി കൂട്ടാൻ സഹായിക്കും.
ഹൃദയത്തിന്റെ ആകൃതിയിലുള്ള സ്ട്രോബെറിക്ക് ഹൃദയത്തെ സംരക്ഷിക്കാനും കഴിയും. കൊളസ്ട്രോളിൽ നിന്നും രക്ഷ നേടാനും സ്ട്രോബെറി വളരെ നല്ലതാണ്. അഡിപ്പോനെക്റ്റിൻ, ലെപ്റ്റിൻ എന്നീ 2 പ്രധാന ഹോർമോണുകളുടെ ഉൽപാദനം ശരീരത്തിലെ അനാവശ്യ കൊഴുപ്പ് കുറയ്ക്കാൻ സഹായിക്കുന്നതായാണ് പഠനങ്ങൾ പറയുന്നത്. സ്ട്രോബെറിയിൽ ധാരാളമായി ഫോളിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ഫോളിക് ആസിഡ് ഗർഭിണികൾക്ക് വളരെ പ്രധാനമാണ്. രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും സ്ട്രോബെറി ഏറെ ഗുണം ചെയ്യും. സ്ട്രോബെറിയിൽ അടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യമാണ് രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നത്. കൂടാതെ ആന്റി ഓക്സിഡന്റുകളും ഫൈബറും അടങ്ങിയ സ്ട്രോബെറി രോഗപ്രതിരോധ ശേഷിക്കും ഹൃദയാരോഗ്യത്തിനും നല്ലത്. വൈറ്റമിൻ എ, സി, ഇ എന്നിവയും കരോറ്റിനോയിഡുകളും ആന്റി ഓക്സിഡന്റുകളും അടങ്ങിയ ഇവ ക്യാൻസർ സാധ്യത കുറയ്ക്കുന്നു. തേർഡ് ഡേ വിഷന്റെ ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.